തടസ്സങ്ങളെല്ലാം നീങ്ങി കൺസ്യൂമർ ഫെഡിൻ്റെ വിഷു ചന്തകൾ ഇന്നു മുതൽ യാഥാർത്ഥ്യമാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ നിരോധനം ഹൈക്കോടതി ഇന്നലെ നീക്കി. ചന്തകൾ ഇന്നു മുതൽ തുടങ്ങുന്നു. 13 ഇനം സാധനങ്ങൾ കൺസ്യൂമർ ഫെഡ് വിതരണം ചെയ്യുമെന്ന് അറിയുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് കോഴിക്കോട് നടക്കും. അഭിജിത്ത് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അഭിജിത്ത്, പറയൂ. എന്തായാലും കൺസ്യൂമർ ഫെഡിൽ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ പെട്ടെന്നാണ് കോടതി വിധി വന്ന ഉടനെ തന്നെയാണ് ഇവരിതെല്ലാം തട്ടിക്കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ തട്ടിക്കൂട്ടൽ ഈ വിഭവങ്ങളിൽ ഉണ്ടാകുമോ? തീർച്ചയായും SKN, സാധനങ്ങളെല്ലാം സ്റ്റോക്കുണ്ട് എന്നാണ് ഇന്നലെ കൺസ്യൂമർ ഫെഡിന്റെ ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവിന് പിന്നാലെ സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് കൺസ്യൂമർ ഫെഡിന്റെ ഉത്സവ ചന്തകൾ ആരംഭിക്കുകയാണ്. കോഴിക്കോട്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം. 13 സാധനങ്ങൾ, 13 അവശ്യ വസ്തുക്കൾ സബ്സിഡിയിൽ ആൾക്കാർക്ക് വിതരണം ചെയ്യുമെന്നാണ് കൺസ്യൂമർ ഫെഡ് അറിയിച്ചിരിക്കുന്നത്. വിഷുവാണ്, വിപണിയിൽ വലിയ വിലക്കയറ്റത്തിനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതിനാൽ ഏതാണ്ട് വിപണി വിലയുടെ 45% കുറവിലാണ് ആൾക്കാരിലേക്ക് കൺസ്യൂമർ ഫെഡ് സാധനങ്ങൾ എത്തിക്കുന്നത്. അത് സാധാരണക്കാരെ സംബന്ധിച്ച് എന്തായാലും ആശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒപ്പം 18 വരെയാണ്, ഈ മാസം 18 വരെയാണ് ഈ കൺസ്യൂമർ ഫെഡിന്റെ ഉത്സവ ചന്തകൾ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിന്റെ ചെയർമാൻ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. കാരണം റംസാൻ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ഈ ചന്തകൾ തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ വരും ദിവസങ്ങളിൽ അതിനെ ഈ വിൽപ്പന കൊണ്ട് 18 വരെ നീട്ടിയതിനാൽ അതിന് ഈ ദിവസത്തെ വിൽപ്പന കൊണ്ട് മറികടക്കുക എന്നുള്ളതാണ് കൺസ്യൂമർ ഫെഡും ലക്ഷ്യമിടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. യാതൊരു തരത്തിലും ഈ കൺസ്യൂമർ ഫെഡിന്റെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിക്കരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണമായി ബന്ധപ്പെടുത്താനോ ഒപ്പം സർക്കാരിന്റെ തലത്തിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിൽ പബ്ലിസിറ്റിയോ ഉണ്ടാകാൻ പാടില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ, പരാതികളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കൺസ്യൂമർ ഫെഡിന്റെ വിതരണത്തെ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവിട്ടത്. പിന്നാലെ കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയിലേക്ക് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കൺസ്യൂമർ ഫെഡിന് അനുകൂലമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഏതായാലും ഇന്ന് ഉത്സവച്ചന്ത ആരംഭിക്കുകയാണ്. 13 അവശ്യ വസ്തുക്കൾ ഉത്സവച്ചന്തയിലൂടെ സാധാരണക്കാർക്ക് ലഭ്യമാകും. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെടുത്തിയാണ്, അവരുമായി സഹകരിച്ചാണ് ഇതിന്റെ വിപണനവും ഉണ്ടാകുക. SKN. ഓക്കെ, താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന്.